നമുക്ക് എല്ലാവർക്കും കൂട്ടാനൊക്കെ അറിയാം അല്ലെ. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചു വരുന്ന കൂട്ടാനൊക്കെ വലിയ വലിയ സംഖ്യകൾ വരുമ്പോഴും കുറച്ച് സംഖ്യകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താവും, കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കൂട്ടാനായിട്ട്. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നമുക്ക് സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, പിന്നെ മാത്സ് വളരെ സിമ്പിളാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് അഡീഷൻ, കൂട്ടാൻ നമുക്ക് എങ്ങനെ പെട്ടെന്ന് പഠിക്കാമെന്നാണ്. അപ്പൊ നമ്മളിന്ന് വേദിക് മാത്സിലെ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ട അഡീഷൻ. നമുക്ക് എല്ലാവർക്കും കൂട്ടാനൊക്കെ അറിയാം അല്ലെ. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചു വരുന്ന കൂട്ടാനൊക്കെ. പക്ഷെ നമ്മൾ വലിയ വലിയ സംഖ്യകൾ വരുമ്പോഴും കുറച്ച് സംഖ്യകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താവും, കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കൂട്ടാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് അഡീഷൻ, കൂട്ടാൻ നമുക്ക് എങ്ങനെ പെട്ടെന്ന് പഠിക്കാമെന്നാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറുകൾ തമ്മിലുള്ള ആ ഒരു എന്താണ് അഡീഷൻ, ഡിജിറ്റ്സുകൾ തമ്മിൽ അഡീഷൻ. നമുക്കറിയാം എത്ര നമുക്ക് ഡിജിറ്റ് ഉണ്ട്, മൊത്തം 0 മുതൽ എത്രയാ 9 വരെ ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ബാക്കിയെല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആണ്. പിന്നെ കുറച്ച് ട്രിക്സ് പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നല്ല അല്ലെ. അപ്പോൾ അതിൽ ബേസ് ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ട കേട്ടോ, ബേസ്. അപ്പൊ നമുക്ക് ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാലോ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് എക്സാമിന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൈനസ് ചെയ്യാനൊക്കെ വരുന്നത് അല്ലെ, ഡിവിഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് അഡീഷനിൽ എങ്ങനെയാണെന്ന് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിത് എഴുതുവാണേ. 2 + 3 നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും എത്രയാണ്, 5 ആണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാം അല്ലെ. 2 + 3 എത്രയാണ്, 5 ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അതുപോലെ അടുത്തത് നമുക്ക് പറയാം 5 + 2 7, പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും 7 എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ചില 8 + 9 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറച്ച് ടൈം എടുക്കും അല്ലെ. ചിലപ്പോൾ ചിലവരൊന്ന് സ്റ്റക്കാവും. 8 + 9 എത്രയാ, 16 ആണ് 8 + 9. പക്ഷെ എന്താണ്, ചിലപ്പോൾ ഈ നമ്മൾ 2 + 3 5 എന്ന് പറഞ്ഞ പോലെ ആ ഒരു ടൈം അല്ല. ചിലപ്പോൾ 8 + 9 അല്ലെങ്കിൽ എത്ര 6 + 8 എന്നൊക്കെ പറയുമ്പോൾ പറ്റുന്നത് അല്ലെ, കുറച്ച് ടൈം കൂടുതൽ വരും അല്ലെ. അപ്പൊ ഇത് ഒരിക്കലും വരാൻ പാടില്ല. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനാണ് നമുക്ക് പറയുന്നത് എന്താണ്, നമ്പറുകൾ തമ്മിലുള്ള നമ്മുടെ ആ ഒരു ബന്ധം നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. അതിന് ഒന്നുമില്ല, നിങ്ങൾ എന്താണ് ഒരു 2-3 പ്രാവശ്യം ഒരാഴ്ച ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും അതിന്റെ. ഓക്കെ, നോക്കാം. ഇവിടെ ഞാൻ പറയണേ കോമ്പിനേഷൻ ആട്ടോ പറയേണ്ടത്. എന്തെല്ലാം നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോമ്പിനേഷൻ പറയാൻ പോകണം അല്ലെ. 1 + 9 എത്രയാ, 10 ആണ്. 10 ഇട്ട് നോക്കിയാൽ 1 + 9 വരും. പിന്നെ എന്തൊക്കെ വരാം, 2 + 8 2 + 8 എത്രയാ, 10 ആണ്. 3 + 7 എത്രയാ, 10 ആണ് അല്ലെ. 6 + 4 അല്ലെ, 4 + 6 എത്രയാണ്, 10 ആണ്. പിന്നെ എത്രയാണ്, 5 + 5 10. 10 വരാനുള്ള എന്താണ്, 5 എന്ന നമ്പർ ഡിജിറ്റ്സിന്റെ കോമ്പിനേഷൻ ആണ് പറയുന്നത്. 1 + 9 2 + 8 3 + 7 4 + 6 5 + 5. ഓക്കെ, ഈ 5 കോമ്പിനേഷൻ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 10 എന്ന നമ്പർ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ 11 എങ്ങനെയായിരിക്കും കിട്ടുക, 2 + 9 11 ആണ് അല്ലെ. പിന്നെ എന്ത് വരും, 2 + 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 + 8 എത്രയാ, 11 ആണ് അല്ലെ. പിന്നെ എത്രയാ, 4 + എത്രയാ 7 എന്താണ്, 11 ആണ് അല്ലെ. പിന്നെ എന്ത് വരാം, 5 + എത്രയാ 6 11 ആണ് അല്ലെ. പിന്നെ എങ്ങനെ വരുമോ, ഇല്ല. 6 + 5 പിന്നെ എന്താ, പിന്നെ ഈ ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ എത്ര കോമ്പിനേഷൻ ഉണ്ട് നമുക്ക് 11 കിട്ടാനുള്ള ഡിജിറ്റ്സിന്റെ, 4 കോമ്പിനേഷനുകൾ. ഓക്കെ, 2 + 9 പിന്നെ എത്ര, 3 + 8 4 + 7 പിന്നെ എത്രയാണ്, 6 + 5 + 6 11. ഓക്കെ, ആ 12 എത്രയായിരിക്കും അപ്പോ, 3 + 9 അല്ലെ 12, 4 + എത്ര 8 12 അല്ലെ, 5 + 7 12. പിന്നെ എത്ര വരും, 6 + 6 12. 12 ഇട്ട കോമ്പിനേഷൻ എത്രയാ, 4 കോമ്പിനേഷൻ നമുക്കുള്ളതാണ് 12 കിട്ടാനുള്ളത്. ഓക്കെ, ഇനി 13 ആകുമ്പോഴോ, 4 + 9 13 അല്ലെ. പിന്നെ എത്ര ഉണ്ട്, 5 + എത്രയാണ് 8 13, 6 + എത്രയാണ് 7 13 അല്ലെ. വേറെ ഏതെങ്കിലും ഉണ്ടോ, ഇല്ല. 3 കോമ്പിനേഷനുള്ള ഡിജിറ്റ്സിന്റെ എന്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 13 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത് നോക്കിയേ, 5 + 9 14. പിന്നെ എത്ര വരും, 6 + 8 എത്രയാ 14 അല്ലെ. പിന്നെ എത്രയാണ്, 7 + 7 14. 14 കിട്ടുന്നത് എത്രയാണ്, 3 കോമ്പിനേഷനിൽ 14 കിട്ടുന്നത്. ഇനി 15 ആകുമ്പോഴോ, 6 + 9 15, 7 + 8 15. പിന്നെ എങ്കിലും ഉണ്ടോ, ഇല്ല. 15 എത്രയുള്ളൂ, 2 കോമ്പിനേഷനുകളിൽ ഇത് 15 കിട്ടാനുള്ളത്. ഇനി 16 ആകുമ്പോഴോ, 7 + 9 എത്രയാ 16 അല്ലെ. പിന്നെ എന്തുണ്ട്, 8 + 8 16. 10 ഒരു ഡിജിറ്റ്, 10 ഒരു ഡിജിറ്റ് അല്ല ആൻസി, 10 2 ഡിജിറ്റ് അല്ലേ, 1ഉം 0 ഉള്ള കോമ്പിനേഷനാണ് 10. നമ്മൾ ഒരു ഡിജിറ്റിന്റെ കാര്യം പറയണം കേട്ടോ. ഓക്കെ, 8 + 9 എത്രയാണ് 17. 8 + 9 എത്രയാ 17. പിന്നെ ഇനി ഒരു പറയുമ്പോൾ എന്താ, 9 + 9 എത്രയാണ് 18. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കണം. ഇത് നിങ്ങൾ തറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷൻ സിമ്പിളാണ്. ഇത് തറവാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷൻ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ 10 ഇട്ടാൽ 5 കോമ്പിനേഷൻ ഉണ്ട് എത്രയാ, 1 9 8 2 3 7 പിന്നെ എത്ര 4 എത്ര 6 5 5.
പിന്നെ 11 കിട്ടാനുള്ള 2 9 3 8 അല്ലെ 4 7 5 6 4 കോമ്പിനേഷൻ വരുന്നത്. 12 കിട്ടാനുള്ള എത്രയാ 3 9 4 8 അല്ലെ പിന്നെ എത്രയാ 5 7 6 6 4 കോമ്പിനേഷൻ വരുന്നത്. 13 3 എത്രയാ 4 9 5 8 6 7 പിന്നെ 14 5 9 6 8 7 7 15 എത്രയാ 6 9 7 8 വരുന്നത് കേട്ടോ. 16 എത്രയാ 7 7 9 8 8 17 8 9 പിന്നെ 18 എത്രയാണ് 9 + 9. ഓക്കെ, ഇത് തറവായിട്ടായി നമുക്ക് പറയുമ്പോൾ നമുക്ക് സിമ്പിളാ, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണിത് അല്ലേ. പക്ഷെ എന്താണ് നമുക്ക് എക്സാമിന് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടണം. അതേ പറഞ്ഞ സ്പീഡ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങളെ പഠിപ്പിക്കുന്ന സ്പീഡാണ്. എങ്ങനെ സ്പീഡിൽ നമുക്ക് അഡീഷൻ ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് തറവാണെങ്കിൽ അഡീഷൻ വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് അഡീഷൻ ചെയ്യാൻ കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേ, പിന്നെ ഇവർക്ക് ആവട്ടെ. പിന്നെ 1 + 1 എത്ര 2 2 + 2 4 3 + 3 എത്രയാണ് 6 4 + 4 8 അല്ലെ 5 + 5 10 6 + 6 12 7 + 7 14 അല്ലെ 8 + 8 എത്രയാ 16 9 + 9 18 കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക 50 + 90 50 + 90 നമുക്ക് ചെയ്യണം. ഇവിടെ നോക്കിയേ 10ന്റെ അല്ലെ മൾട്ടിപ്ലൈ 2. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചേക്കണ ചിലപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ 50+ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് 0 വന്നാണെന്നായിരിക്കും അല്ലേ, ഇങ്ങനെ ആയിരിക്കും. ഇതെല്ലാം നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതായിരിക്കും ഈ 5ഉം 9ഉം കൂടി നിങ്ങൾ ആ സ്പീഡ് പറഞ്ഞേ, സ്പീഡ് കാണിക്കണം. 5 + 9 എത്രയാ 14 5 + 9 14 പിന്നെ 0 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ അടുത്ത് 0 ഇല്ല 0 ഇട്ട് കൊടുത്താൽ മതി. എത്രയാണ് 140 കിട്ടും. എങ്ങനെയാണ് 5 + 9 എത്രയാണ് 14 എന്ന് കിട്ടി പിന്നെ 0 ആഡ് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അല്ലെങ്കിൽ അടുത്ത് പറഞ്ഞേ 70 80 സ്പീഡിൽ പറയണം. 70 80 7 + 8 15 0 150 7 + 8 15 0 150 കേട്ടോ. ഇങ്ങനെ സ്പീഡ് ആ സ്പീഡ് നിങ്ങൾക്ക് കിട്ടും. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ എടുക്കരുത് ഈ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അടുത്ത് നോക്കിയേ 40 + 70 എത്ര വരും 4 + 7 11 0 110 4 + 7 11 0 ഇട്ട് കൊടുക്കുക 110. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് പറഞ്ഞു എന്ത് വരും 80 + 60 80 + 60 8 + 6 14 0 ഇട്ട് കൊടുക്കുക 140 8 + 4 8 + 6 എത്ര 14 0 ഇട്ട് കൊടുക്കുക. സ്പീഡ് കിട്ടിയാൽ നിങ്ങൾക്ക് സ്പീഡ് കേട്ടോ. അടുത്ത് നോക്കിയേ 50 + 90 50 + 90 ഇവിടെ നോക്കുക. ഇവിടെ രണ്ടും 10ന്റെ മൾട്ടിപ്ലൈ ആയിരുന്നു അല്ലെ. ഇവിടെ ഒരെണ്ണം 10ന്റെ മൾട്ടിപ്ലൈ ആണ്, ഒരെണ്ണം 10ന്റെ മൾട്ടിപ്ലൈ അല്ല. അപ്പൊ അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ചെയ്യുക. 5 + എത്രയാ 9 14 എഴുതുക. പിന്നെ ഈ ഡിജിറ്റ് ഉണ്ടല്ലോ അത് ഇങ്ങനെ എഴുതുക 143 ഓക്കെ 143 കേട്ടോ. എന്നാ 5 + 9 14 പിന്നെ 3 അങ്ങോട്ട് എഴുതുക. കാരണം ഒരെണ്ണം എന്താണ് 10ന്റെ മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ 70 + 87 70 + 87 എത്ര വരും 7 + 8 15 പിന്നെ 7 ഇട്ട് കൊടുക്കുക 157 7 + 8 15 പിന്നെ 7 ഇട്ട് കൊടുക്കുക 157. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ അടുത്ത് പറഞ്ഞു 40 + 78 40 + 78 4 + 7 11 പിന്നെ 8 ഇട്ട് കൊടുക്കുക 118 4 + 7 11 പിന്നെ 8 ഇട്ട് കൊടുക്കുക 118. ഓക്കെ, അടുത്തത് 80 + 60 83 + 60 8 + 6 എത്രയാ 14 പിന്നെയും 3 ഇട്ട് കൊടുക്കുക 143. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു ആദ്യത്തെ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡീഷൻ വളരെ സിമ്പിളാണ്. ഓക്കെ, അടുത്ത് നോക്കാം അടുത്ത ടൈപ്പ് നോക്കാം. ഓക്കെ, 500 + നമ്മൾ വലിയ കണക്കിലേക്ക് പോകണേ 500 + 930 എന്ത് വരും സെയിം സ്റ്റെപ്പ് തന്നെ 5 + 9 14 പിന്നെ 30 കൊണ്ടിട്ട് കൊടുത്താൽ മതി 1430 കേട്ടോ. ഇത് 100ന്റെ ആണ് ഒരെണ്ണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ 700 + 870 700 + 870 7 + 8 15 പിന്നെ 70 കൊണ്ടിട്ട് കൊടുക്കുക 1570 1570
ഓക്കെ, അടുത്ത് 600 പ്ലസ് 780, 6 പ്ലസ് 7 13, പിന്നെ 80 ഇട്ട് കൊടുക്കുക, 1380. 1380. 600 പ്ലസ് 780 1380. ഓക്കെ, അടുത്ത് 880 പ്ലസ് 600, 8 പ്ലസ് 6 14, പിന്നെ 80 ഇട്ട് കൊടുക്കുക. അപ്പൊ എത്രയാ? 1480. 1480. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത് അപ്പൊ 700 പ്ലസ് 200 സിമ്പിളാണ്. ഇത് ചെയ്ത ആൾക്ക് ഇത് വളരെ സിമ്പിളാണ്. എന്ത് വരും? 700 പ്ലസ് 200, 7 പ്ലസ് 2 എത്രയാ? 9, പിന്നെ 2 പൂജ്യം ഇട്ട് കൊടുക്കുക, കാരണം രണ്ടും ഹൺഡ്രഡ്സിന്റെ 900. ഓക്കെ, അടുത്ത് 1300 പ്ലസ് 400. ഇപ്പൊ എന്ത് വരും? ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ അടിയാ. 13 പ്ലസ് 4 എത്ര വരും? 17, പിന്നെ 2 പൂജ്യം ഇട്ട് കൊടുക്കുക, 1700. ഓക്കെ, അടുത്ത് 1700 പ്ലസ് 600. 17 പ്ലസ് 6, 17 പ്ലസ് 6 എത്രയാണ്? 23, പിന്നെന്താ? ഈ 2 പൂജ്യം ഇട്ട് കൊടുക്കുക, എത്രയാ? 2300. ഓക്കെ, 2300. അടുത്ത് നോക്കിയേ, 56 പ്ലസ് 8 ചെയ്താൽ മതി. 56 പ്ലസ് 8 എത്രയാ? 64, പിന്നെ 2 പൂജ്യം ഇട്ട് കൊടുക്കുക, എത്ര വരും? 6400. 6400. അതായത് 5600 പ്ലസ് 800 എത്രയാണ്? 6400. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കേട്ടാ, 600 പ്ലസ് 336. ഓ, ആ സിമ്പിളാ. പറഞ്ഞോ, എന്തൊരു 6 പ്ലസ് 3 എത്രയാ? 9, പിന്നെ 36 ഇട്ട് കൊടുത്താൽ മതി. എത്രയാ? 936. 936 അല്ലേ? അടുത്ത് പറഞ്ഞോ, 445 പ്ലസ് 300. 445 പ്ലസ് 300 എത്രയാ? 4 പ്ലസ് 3 7, പിന്നെ 45 ഇട്ട് കൊടുക്കുക, 745. ഓക്കെ, അടുത്ത് 600 പ്ലസ് 780. 600 പ്ലസ് 780. 6 പ്ലസ് 7 എത്രയാ? 13, പിന്നെ 80 ഇട്ട് കൊടുക്കുക, എത്രയാ? 1380. 1380. ഓക്കെ, അടുത്ത് 880 പ്ലസ് 600 എത്രയാ? 8 പ്ലസ് 6 എത്രയാ? 14, പിന്നെ 80 ഇട്ട് കൊടുക്കുക. ഓക്കെ, 1480 കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. 21 പ്ലസ് 63 കേട്ടോ. 21 പ്ലസ് 1 നമ്മൾ നേരത്തെ ചെയ്തപ്പോഴൊക്കെ ഒന്നെങ്കിൽ 10ൻ്റെത് ഒരെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ 100ന്റെ ഒരെണ്ണം ഉണ്ടാവും അല്ലെ? ഇതിപ്പോ 10ന്റെ ഇല്ല, 100ന്റെ ഒന്നും, ലാസ്റ്റ് സീറോസ് ഒന്നും ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ, നിങ്ങളുടെ നോക്കുക, ഈ അവസാന രണ്ടക്കം നമ്മൾ ആഡ് ചെയ്യുക, അത് 10 വരുവാന്ന് നോക്കുക. ഫസ്റ്റ് നമ്മുടെ മൈൻഡ് അങ്ങോട്ടാണ് പോകേണ്ടത്. എങ്ങനെയായിരിക്കും? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇത് ഈ ഡിജിറ്റ്, ലാസ്റ്റ് ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 10ൽ താഴെയാണോ 10ൽ കൂടുതലാണോ നോക്കുക. 10ൽ താഴെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ 1 പ്ലസ് 3 എത്രയാ? 1 പ്ലസ് 3 എത്രയാ? 4. 10ൽ താഴെയാണ് അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2ഉം 6ഉം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എത്രയാ? 8 എന്ന് കിട്ടും. 1 പ്ലസ് 3 ചെയ്യുക, അപ്പൊ അത് കിട്ടും 4. 84 ഡയറക്റ്റ് ചെയ്താണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് എഴുതി തുടങ്ങാനായിട്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് എന്താണ്? 21 പ്ലസ് 63. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ആഡ് ചെയ്ത് വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് അല്ലെ? 84, പിന്നെ 8 ഇട്ട് വരും. അങ്ങനെയല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസ് തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്ന് ചെയ്തു വരണം. ആ സ്പീഡ് നമുക്ക് ഉണ്ടാക്കണം. ലെഫ്റ്റിൽ നിന്നല്ല, സോറി ഇത് റൈറ്റിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് ചെയ്ത് തുടങ്ങാൻ പറ്റാം. ലെഫ്റ്റിൽ നിന്ന് എഴുതി വരാൻ പറ്റണം. ഓക്കെ, ആ സ്പീഡാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇവിടെ നോക്കുക, അടുത്ത് നോക്കിയേ, 57 പ്ലസ് 32. ഇവിടെ നോക്കാം, 7 പ്ലസ് 2 9. ഇത് എത്ര? 5 പ്ലസ് 3 എത്രയാണ്? 8. അപ്പൊ 8 9 89. ലെഫ്റ്റ് സൈഡ് അതിനാ എത്രയാ? 5 പ്ലസ് 3 എത്രയാ? 8. പിന്നെ 7 പ്ലസ് 2 എത്രയാണ്? 9. ഇപ്പൊ എത്രയാ? 89 കിട്ടി. ഓക്കെ, അടുത്ത് നോക്കിയേ, 3 പ്ലസ് 6 9. 4 പ്ലസ് 3 എത്രയാണ്? 7. 97 97.
34 പ്ലസ് 63 97. അടുത്ത നോക്കി 72 പ്ലസ് 64. 7 പ്ലസ് 6 13. 2 പ്ലസ് 4 6. 136. 136. ഓക്കെ. അടുത്ത് ഇവിടെ ശ്രദ്ധിക്കുക. 48 പ്ലസ് 86 നമുക്ക് വേണ്ട കേട്ടോ. 48 പ്ലസ് 86. ഇവിടുത്തെ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലാസ്റ്റ് ഡിജിറ്റുകൾ നോക്കിയ ഇവിടെ 8ഉം 6ഉമാണ്. 8 പ്ലസ് 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടുക. എന്ന് വെച്ചാൽ 10ൽ കൂടുതലാണെങ്കിൽ 10ഓ 10ൽ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? 1 ക്യാരി വരും അല്ലെ? അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ചെയ്തു തുടങ്ങണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഈ 4ഉം 8ഉം കൂടി ആഡ് ചെയ്യുക. 4ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12. അതിനൊക്കെ ഒന്നുകൂടി കൂട്ടുക. 12 പ്ലസ് 1 എത്രയാണ്? 13. 13 എഴുതുക. പിന്നെ എത്ര? 8 പ്ലസ് 4 ചെയ്യുമ്പോൾ എത്ര? 14 അതിന്റെ 4 എഴുതുക. 134. ഓക്കെ. ഒന്നുകൂടി പറയാം ഞാൻ. ഈ റൈറ്റ് സൈഡിലെ ഡിജിറ്റ് തമ്മിൽ അറിയുമ്പോൾ 10 മുതലങ്ങോട്ട് 10ൽ കൂടുതൽ തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും? 10 തൊട്ട് തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ക്യാരി 1 വരും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യുക? ഈ 4 പ്ലസ് 8 ചെയ്യുക. 4 പ്ലസ് 8 എത്ര? 12 ആണ്. അപ്പൊ അതിനോട് 1 ആഡ് ചെയ്യുക. അപ്പൊ എത്രയാ? 13. പിന്നെ എന്താണ്? 6 പ്ലസ് 8 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 14. അതിന്റെ ലാസ്റ്റ് ഡീറ്റ 4 കൂടി ആഡ് ചെയ്യുക. അപ്പൊ 13 പ്ലസ് 13 4 എത്ര? 134. ഓക്കെ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. 76 പ്ലസ് 95. 76 പ്ലസ് 95. അല്ലോ 6 പ്ലസ് 5 എത്രയാ? 11. അപ്പൊ 7 പ്ലസ് 9 എത്രയാ? 16. പിന്നെ ഒന്നുകൂടെ ആയി. അപ്പൊ എത്രയാ? 17 എന്ന് കിട്ടും. 5 പ്ലസ് 6 എത്രയാ? 1. അപ്പൊ 171. 171. ഓക്കെ. ഇതാണല്ലോ. 7 പ്ലസ് 9 16. അപ്പൊ അതിന് 1 ആഡ് ചെയ്യുക. 17. 5 പ്ലസ് 6. 6 പ്ലസ് 5 എത്രയാ? 11. അപ്പൊ അതിന്റെ 1 ആഡ് ചെയ്ത് 171. ഓക്കെ. അടുത്ത നോക്കിയപ്പോ അങ്ങനെ ആണെങ്കിൽ 59 പ്ലസ് 43. 59 പ്ലസ് 43. അപ്പൊ എന്ത് വരും? 5 പ്ലസ് 4 എത്രയാ? 9. ഇവിടെ എത്രയാ? പിന്നെ 1 ആഡ് ചെയ്യാം. അപ്പൊ എത്രയാ? 10 എന്ന് കിട്ടും. 10. 9 പ്ലസ് 3 എത്രയാ? 12 ആണ്. പിന്നെ എത്ര? 2. 102 കേട്ടോ. 102. ക്ലിയർ ആണോ? നമ്മൾ ബേസിനാണ് ഇത്. ഈ ബേസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ സംഖ്യകളൊന്നും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് നിങ്ങളുടെ സ്പീഡ് വിടുള്ളൂ കേട്ടോ. 87 പ്ലസ് 68. 87. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണണം. ഇത് 7 ആണ് 8 ആണ്. അപ്പൊ 15 വരും. അപ്പൊ എത്രയാ? 6 പ്ലസ് 8 14. 14 പ്ലസ് 1 15 പ്ലസ് പിന്നെ 5 കൂടി ആഡ് ചെയ്യാം. അപ്പൊ എത്രയാ? 155. ഓക്കെ. 8 പ്ലസ് 6 14. 1 ആഡ് ചെയ്ത് 15 അല്ലെ? 7 പ്ലസ് 8 എത്രയാ? 15. അതിന്റെ 5 ആണ് നമ്മൾ ആഡ് ചെയ്തത്. 155. ഓക്കെ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. പ്രാക്ടീസ് ചെയ്യാ കേട്ടോ. അടുത്ത് 53 പ്ലസ് ഏത് ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക? 100 കിട്ടുന്ന പറയണം കേട്ടോ. നമ്മളിത് കഴിഞ്ഞ ദിവസം സബ്സ്ട്രാക്ഷൻ ചെയ്തു. സബ്സ്ട്രാക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു തന്നു എങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇനി 53 പ്ലസ് എത്ര കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ 100ന്റെ കിട്ടുമ്പോൾ നമ്മൾ എന്തായിരിക്കും? ഈ ലാസ്റ്റ് ഡേറ്റ് എന്തായിരിക്കും? ഇതിന്റെ കൂടെ ഏത് ആഡ് ചെയ്യുമ്പോൾ എന്താ? 10 ഇട്ട് നോക്കിയാൽ അതിന് 7. ലാസ്റ്റ് ഡേറ്റിന്റെ കൂടെ ഏത് ആഡ് ചെയ്യുമ്പോൾ 10 ഇട്ട് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ നോക്കുക 100 ആയതുകൊണ്ട് 10 ആയതുകൊണ്ട് ഇതായിരിക്കും 10 മൈനസ് 1. 10 മൈനസ് 1 എത്രയാണ്? 9 കിട്ടും. 5നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും നോക്കിയാൽ മതി. 5നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുക? 4. അപ്പൊ എത്രയാ? 47. ഒന്നിന് പറയാം അവസാന ഡിജിറ്റിനോടൊപ്പം ഇത് 100ന്റെ ആണെങ്കിൽ എന്തായിരിക്കും? ഏത് ആഡ് ചെയ്താൽ 100 ടെൻസിന്റെ എന്തായിരിക്കും? ലാസ്റ്റ് കിട്ടുമ്പോൾ ഏത് ആഡ് ചെയ്യുമ്പോൾ 10 ഇട്ട് നോക്കുക. 3നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക? 7. അതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ്. പിന്നെ ഇവിടെ 10 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 10 മൈനസ് 1 എത്രയാ? 9. 5ഉം ഏത് നമ്പറും കൂടി ആഡ് ചെയ്യാൻ 9 കിട്ടും. 5നൊപ്പം ഏത് നമ്പർ ആഡ് ചെയ്യാൻ 9 കിട്ടും? 4. ഇപ്പൊ എത്രയാ? 47. ഓക്കെ. ഇപ്പൊ അങ്ങനെ പറയാം 76 പ്ലസ് ഡാഷ് ഈക്വൽ ടു എത്രയാ? 100. ഇവിടെ എന്താ? 9 കിട്ടാൻ വേണ്ടി 7നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും? 2. 6നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും? 4. 24. ഓക്കെ. അടുത്ത് 38 പ്ലസ് 100. 38 പ്ലസ് ഡാഷ് ഈക്വൽ ടു 100. 3നൊപ്പം ഏത് ആഡ് ചെയ്യാൻ 9 കിട്ടും? 6. 8നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും? 2. 62. ഓക്കെ. 62. അടുത്ത് 47 പ്ലസ് 100.
4-നൊപ്പം ഏത് ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും 5. 7-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും 3, 53. ഓക്കെ, അടുത്തത് 32 പ്ലസ് 50. 50 ആണ്, 32 പ്ലസ് 50 ആണ് കേട്ടോ. അപ്പോൾ നോക്കാം, 10ന്റെ മൾട്ടിപ്പിൾ 5 - 1 82 4. 5 - 1 4. ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും എന്ത് ചെയ്യുക, 2 പറയുമ്പോൾ 10 ഇട്ട് നോക്കുക, അത്ര 8. ഇനി 3 പ്ലസ് എത്ര ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടുക 1. 3 പ്ലസ് എത്ര ചെയ്യുമ്പോൾ 4 കിട്ടുക 1. അപ്പൊ എത്രയാ 18. 32 പ്ലസ് 18 ആണ് എത്ര 50. ഈ 4 എങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ. 5-ന്ന് 1 കുറച്ചു, അപ്പൊ എത്രയാ 4. ഓക്കെ, അടുത്ത നോക്കിയേ, 27 പ്ലസ് ഡാഷ് ഇസ്ക്വൽ ടു 50. ഇപ്പൊ 2-നൊപ്പം ഇതിൽ നിന്ന് 1 കുറച്ചാൽ മതി. ഇപ്പൊ 2-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 5-നോട് 1 കുറച്ചാൽ തരാം 4. അപ്പൊ 2-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടുക 2. 7-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക 3, 23. ഓക്കെ, അടുത്ത് 24 പ്ലസ് ഡാഷ് ഇസ്ക്വൽ ടു 50. 2-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടുക 2. 4-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക 6, 26. ഓക്കെ, അടുത്ത് 16 പ്ലസ് 50. 1-നൊപ്പം ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുക 3. 6-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുക 4, 34 ആണ്. ഓക്കെ, 34. ക്ലിയർ ആണല്ലോ. അപ്പൊ 10ഉം 100ഉം 50 കേട്ടാ. ഇനി നമുക്ക് നോക്കാം 60. 60 ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ 6-ന്ന് 1 കുറക്കുക 5 കിട്ടാൻ. 6-ന്ന് 5 കിട്ടാൻ 2-നൊപ്പം ഏത് ആഡ് ചെയ്യണം 3 ആഡ് ചെയ്യണം. ലാസ്റ്റ് ഡിജിറ്റിനോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക 7. 3-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക 7, 37. ഓക്കെ, ശരി. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആ സെയിം കൺസെപ്റ്റ് ഇതിൽ നിന്ന് 1 വെച്ചാൽ 6-ന്ന് 1 കുറച്ചാൽ മതി. 70 ആകുമ്പോൾ എത്ര 7-ന്ന് 1 കുറക്കുമ്പോൾ 6 കിട്ടണമെന്ന് നോക്കിയാൽ മതി. അങ്ങനെ കേട്ടോ. ഈ 47 പ്ലസ് ഡാഷ് ഇസ്ക്വൽ ടു എത്ര 60. അതിട്ട് എന്തായിരിക്കും 5 വരണം. 4-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 5 വരുന്നത് 1. 7-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 വരുന്നത് 3. ഓക്കെ, ഇനി നോക്കിയാൽ 18 പ്ലസ് 70 ഏതായിരിക്കും 1-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 6 കിട്ടണം. 1-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടുക 5. 7-ന്ന് 1 കുറച്ചു 6 കേട്ടോ. ഇനി 8-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക 2, 52. ഓക്കെ, അടുത്തത് 33 ഡാഷ് ഇസ്ക്വൽ ടു 70. 70 ആകുമ്പോൾ 6 കിട്ടണം. 7-ന്ന് 1 കുറക്കുക 6. 3-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടുക 3. 3-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക 7, 37. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? 26 പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ 90 കിട്ടണം. 9-ന്ന് 1 കുറക്കുക 8 കിട്ടുക. 2-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടുക 6. 6-നോടൊപ്പം 10 കിട്ടും 4, 64. ഓക്കെ, അടുത്ത് 52 പ്ലസ് ഡാഷ് ഇസ്ക്വൽ ടു 90 എത്രയായിരിക്കും 5-നോട് ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും 3. 2-നോട് ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും 38. ഓക്കെ, 38. അടുത്തത് 19 പ്ലസ് ഡാഷ് ഇസ്ക്വൽ ടു 80. അപ്പൊ എത്ര 7. 8-ന്ന് നോക്കുമ്പോൾ 7. 1-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുക 6. 9-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും 1, 61. ഓക്കെ, അടുത്തത് 38 പ്ലസ് ഡാഷ് ഇസ്ക്വൽ ടു 80. 3-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും 4 അല്ലെ. 8-നൊപ്പം ഏത് ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും 10 കിട്ടും 2, 72. ഓക്കെ, 42. ഓക്കെ, 42 ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത നോക്കാമെങ്കിൽ 136 പ്ലസ് ഡാഷ് ഇസ്ക്വൽ ടു എത്രയാണ് 200 എന്നാണ് വെച്ചേക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിളാ 200 ആണെന്നുള്ളത്. ഇവിടെ എത്രയാണ് ഒരു 1 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. 36 നോക്കിയാൽ മതി. 3-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും നോക്കിയാൽ മതി. എത്രയാണ് 6. ലാസ്റ്റ് ഡിജിറ്റിനൊപ്പം 10 ഇട്ടാൽ നോക്കാം 4, 64. 3-നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കണം 9. 6-നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 ഇട്ട് നോക്കാം എത്രയാ 4. അടുത്ത നോക്കിയാൽ 253 പ്ലസ് 300. ഇവിടെ നോക്കിയേ, ഇവിടെ തന്നെയാ ഇത് 300, ഇത് 3. ഇതിനോട് 1 2 വന്നേക്കണം അല്ലെ. അപ്പൊ എന്തായാലും 53 മാത്രം നോക്കിയാൽ മതി. 53 5 3. 5-നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും നോക്കാം. 5-നോട് ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടുക 4. 3-നൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും നോക്കാം 47. ഓക്കെ, 47. പിന്നെ നോക്കിയാൽ 572 പ്ലസ് ഡാഷ് ഇസ്ക്വൽ ടു 600. 72 നോക്കിയാൽ മതി. 7-നോട് ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടുക 2. 2-നോട് ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക 8, 28.
28. ഓക്കെ. 1731 പ്ലസ് ഡാഷ് സ്കെയിൽ ടു 1800. നോക്കാം. 17 എത്രയാ? 18. ഒരെണ്ണം കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര? ഇത് നോക്കിയാൽ മതി. 31 നോക്കിയാൽ മതി. 3നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 9 കിട്ടുക? 6. 1നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക? 9. 69. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നോക്കാം. ഈ 131 ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 200. 200 അപ്പുറത്ത് 200 കിട്ടണല്ലോ അല്ലെ? 100 താഴെ വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എത്രയാ? ഇവിടുത്തെ നോക്കാം. 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1ആണ്. ഇവിടെ 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1. 5ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1. 17ഉം 18ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? അത് നോക്കണ്ട. ഫസ്റ്റത്തെ ഡിജിറ്റ് നോക്കണ്ട. പിന്നെ വരുന്ന 2 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. അതിൽ ഏത് നമ്പർ ആഡ് ചെയ്യുക? ഫസ്റ്റ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം? 9ഉം രണ്ടാമത്തെ നമ്പറുടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 10 ഇട്ടും നോക്കിയാൽ. ഓക്കെ, വേറെ എല്ലാവർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് അഡ്വാൻസ് നോക്കാം കേട്ടോ. ഇവിടെ നോക്കാം. ഇവിടെ കുറച്ച് കൂടി അല്ലെ? 243 പ്ലസ് ഡാഷ് ഇസ്കൽ ടു 700 അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 700 എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു കോൺസെപ്റ്റ്? എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും. അതായത് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാ ഇതിൽ നിന്ന് 1 കുറക്കുക, ഈ 7 ഇന്ന് 1 കുറക്കുക. 7 1 കുറക്കുമ്പോൾ എത്രയ്ക്കും? 6. 2നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക? 2നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക? 4. അപ്പൊ 4 ആയിരിക്കും ഫസ്റ്റ് ഡിജിറ്റ്. ഇനി 9നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും നോക്കിയാൽ, 4നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും നോക്കിയാൽ എത്രയാ? 5. 3നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും വെച്ചാൽ 7. അപ്പൊ 457 കിട്ടും. 457. ഓക്കെ, പിന്നെ നോക്കാം. 7 ഇന്ന് 1 കുറച്ചപ്പോൾ 6. 2 പ്ലസ് എത്ര ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? 6 കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെയും ചെയ്തത്. ഇവിടെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. എന്ത്? 2 ഇന്ന് 1 കുറച്ചു. അപ്പൊ എത്രയാണ്? 1 കിട്ടി. 1നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുക? 0. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു ഡിജിറ്റ് അങ്ങ് വരാഞ്ഞത്. 3 - 1 2. അപ്പൊ 2നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടുക? 0 കേട്ടോ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടുത്തെ ഡിജിറ്റ് ചെയ്താഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ആ സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. പക്ഷെ ഇവിടെ എന്താ? 7നോട് 1 കുറച്ചു 6. 7നോട് 1 കുറച്ചപ്പോൾ 6. 2നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും? 4. പിന്നെ ബാക്കി 2 ഡിജിറ്റ് എന്ത് ചെയ്യുക? ലാസ്റ്റ് ഡിജിറ്റിന് ഏത് പറയുമ്പോൾ 10ഉം അതിന് തൊട്ടിപ്പം ഡിജിറ്റ് ഏതാണ്? ഏത് ആഡ് ചെയ്യുമ്പോൾ 9 ഇട്ട് നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലിയർ ആണെന്നേക്ക്. 362 പ്ലസ് ഡാഷ് ഇസിക്കൽ ടു 900. 9 ഇന്ന് 1 കുറക്കുക 8. 3നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും? 3നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 5. 5 ആയിരിക്കും ഫസ്റ്റ് ഡിജിറ്റ്. 6നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും? 3. 2നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും? 10 കിട്ടും? 8. അപ്പൊ എത്രയാ? 538. 538. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? അടുത്ത് നോക്കിയേ. 433 പ്ലസ് ഡാഷ് ഇസ്കൽ ടു 800. 8 ഇന്ന് 1 കുറക്കുക. അപ്പൊ എത്രയാ? 7. 4 പ്ലസ് എത്ര ചെയ്യുമ്പോൾ 7 കിട്ടും? 3. 3 പ്ലസ് എത്ര ചെയ്യുമ്പോൾ 9 കിട്ടും? 6. 3 പ്ലസ് എത്ര ചെയ്യുമ്പോൾ 10 കിട്ടും? 7. 367. 367. ഓക്കെ, അടുത്ത് 186 പ്ലസ് ഡാഷ് ഇസിക്കൽ ടു 600. 186 പ്ലസ് ഡാഷ് ഇസിക്കൽ ടു 600. 6 ഇന്ന് 1 കുറക്കുക. എത്രയാ? 5. 1 പ്ലസ് എത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുക? 4 അല്ലെ? അപ്പൊ 4 ഇവിടെ എഴുതി. ഇനി 8നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും? 1. 6നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും? 4. എത്രയാ? 414. ഓക്കെ, 414. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത് കുറച്ചൊരു വലിയ കണക്കിലേക്ക് പോയട്ടോ. 467 പ്ലസ് 533. 467 പ്ലസ് 533 എന്ന് പറഞ്ഞേക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ നോക്കാം. ഇവിടെ 67 ആണ്, ഇവിടെ 33 ആണ്. ഇവിടെ നോക്കിയേ, 6 പ്ലസ് 3 9 അല്ലെ? ആഡ് ചെയ്യുമ്പോൾ 9. 7 പ്ലസ് 3 ആഡ് ചെയ്യുമ്പോൾ 10. അപ്പൊ ഇങ്ങനെ വന്നാൽ ഇവിടെ നോക്കിയേ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടി, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടി അല്ലെ? നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഇതുപോലെ അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന അർത്ഥം വെച്ചാൽ ഇതും കൂടി ആഡ് ചെയ്യുക. എത്രയാ? 4ഉം 5ഉം കൂടി ആഡ് ചെയ്യുക. അപ്പൊ എത്രയും 9 കിട്ടും. 9 1 ആഡ് ചെയ്യുക 10.
ആദ്യമേ 9 ഇട്ടു 9 അകത്ത് പിന്നെ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ ഇവിടെ 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 2 പൂജ്യം ഇട്ട് കൊടുക്കുക 1000 കിട്ടും. ഓക്കെ, ഇവിടെ നോക്കേണ്ട കാര്യമില്ല. 28 ഇതിന്റെ കോംപ്ലിമെന്റ് ആണെന്ന് നോക്കാം. എത്രയാണ്? 72. അതായത് 2 + 7 9. 8 + 2 എത്രയാ? 10. നമ്മൾ നേരത്തെ ചെയ്തുപോലെ ലാസ്റ്റ് ഡിജിറ്റിന് ഏതാടുമ്പോൾ 10 കിട്ടുന്നു, അതിന് മുമ്പത്തെ ഡിജിറ്റിന് ഏതാടുമ്പോൾ 9 കിട്ടുന്നു നോക്കാം. അപ്പോൾ അതുപോലെ വന്നേക്കണം. 2 + 7 9 ആണ്. 8 + 2 എത്രയാ? 10 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഫസ്റ്റ് ഡിജിറ്റ് മാത്രം ആഡ് ചെയ്യുക. ഇപ്പൊ 9ഉം ഇവിടെ എത്രയുണ്ട്? 2. 9 + 2 7 + 2 എത്രയാ? 9. അപ്പോൾ 9 ഒന്നുകൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാ? 10 ആഡ് ചെയ്യുക, പിന്നെ 2 പൂജ്യം ഇട്ട് കൊടുക്കുക. 1000 തന്നെ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അങ്ങനെ അത് പറഞ്ഞേ 576 + എത്രയാണ്? 924. സെയിം കോൺസെപ്റ്റ് ആണ് കേട്ടോ. ശ്രദ്ധിക്കുക. 6 + 7 + 2 ആണ് 9. 6 + 4 ആണ് 10. ഇപ്പൊ എന്ത് ചെയ്യാ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 5 + 9 എത്രയാ? 14 അല്ലെ? ഒന്നുകൂടി ആഡ് ചെയ്യാം 15. പിന്നെ എന്ത് ചെയ്ത് 2 പൂജ്യം ഇട്ട് കൊടുത്താൽ 1500. ഓക്കെ, 1500. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞേട്ടാ. ഓക്കെ, അടുത്ത് നോക്കിയേ 383 + 817. നോക്കാം. 8 + എത്രയാ? 1 9. 7 + 3 10 ആണ്. അപ്പൊ എത്രയാ? 3 8 കൂടി ആഡ് ചെയ്യാം. 3 + 8 എത്രയാ? 11. ഒന്നുകൂടി ആഡ് ചെയ്യാം. അപ്പൊ എത്രയാ? 12. പിന്നെ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. 1200. 1200. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം കേട്ടോ. അടുത്തത് അതൊരു പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു എന്ത് പറയും? 937 + 863. എന്ത് വരും? ഇവിടെ നോക്കിയേ 3 + 6 9ഉം 7 + 3 എത്ര? 10. അപ്പൊ 9 + 8 17 പ്ലസ് ഒന്നുകൂടെ ആഡ് ചെയ്യുക 18 അല്ലെ? അപ്പൊ എത്രയാ? 18ഉം 2 പൂജ്യം ഇട്ട് കൊടുക്കുക. 1800. ഓക്കെ, 1800. ഓക്കെ, അടുത്ത ടൈപ്പ് കേട്ടോ. അടുത്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക ഞങ്ങള് 236 + 80. ഇങ്ങനത്തെ ടൈപ്പ് ഒരു അഡീഷൻ വന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രതി ഇവിടെ നോക്കാം. ഈ 90 എന്താണ്? 100ന്റെ ഒരു മൾട്ടിപ്പിളിന്റെ അടുത്ത് വന്നേക്കണം അല്ലെ? 90 നോക്കി തന്നെ എഴുതാം. 100 - 10 എന്ന് എഴുതാം അല്ലെ? 100 - 10 എന്ന് എഴുതാം നമുക്ക് 90 അല്ലെ? അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം കേട്ടോ. മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണേ. 36 + എത്രയാണ്? 90 ആണ് നമുക്ക് ചെയ്യേണ്ട ആൻസർ. നമുക്ക് 100 ആക്കാൻ ഒരു 10ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് പെട്ടെന്ന് അല്ലെ? ഇത് 100 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ +10 ചെയ്യണം അല്ലെ? +10 ചെയ്യണം. അപ്പൊ ഇവിടെ എത്രയായി? 100 ആയി. അപ്പോൾ ഇവിടെ +10 ചെയ്താൽ ഇവിടെ -10 ചെയ്യാം. 236 ന്ന് 10 കുറച്ചാൽ എത്രയാ? 226. 226 + 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 326 എന്ന് കിട്ടും. അതുപോലെ 236 + 90 എന്തായിരിക്കും? 326 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 100ന്റെ മൾട്ടിപ്പിൾ നോക്കുക. അപ്പൊ നോക്കുക എത്രയാ? 90 + എത്ര ചെയ്യുമ്പോളാ 100ന്റെ മൾട്ടിപ്പിൾ 90 കിട്ടണമെങ്കിൽ നമുക്ക് എത്ര ഇടണം? 90 എന്ത് ചെയ്യണം? 10 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 10 ആഡ് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യുക? 10 കുറക്കുക. അപ്പൊ 200 നിങ്ങൾ എത്ര കാര്യം നോക്കിയാൽ മതി. ഇവിടെ 10 ആഡ് ചെയ്യണം നമ്മുടെ മൈൻഡ് വേണം. 90 10 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക? ഇത് ഇന്ന് 10 കുറക്കുക. 236 ന്ന് 10 കുറക്കുക. 226 + 100. 226 + 100 326. ഓക്കെ, 326 കേട്ടോ. 326. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ അടുത്ത് പറഞ്ഞേ 720 + 90. 720 നിങ്ങൾ പറഞ്ഞു ആൻസർ. 720 + 90 എത്ര വരും? 720. ഇത് 10 ആഡ് ചെയ്യുമ്പോൾ ഇത് 10 കുറക്കുക. എത്രയാ? 100 ആഡ് ചെയ്യാൻ വന്നിട്ട് അപ്പൊ 810 കേട്ടോ. അപ്പൊ എത്ര? 10 കുറക്കുമ്പോ 710 + 100. 710 + 100 എത്രയാ? 810 കേട്ടോ. 810. ഓക്കെ, ക്ലിയർ, ഡൺ. ഓക്കെ, അടുത്ത നോക്കിയേ 186 + 80. 80. ഇവിടെ നിങ്ങൾ നോക്കുക 80നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക? 20 ആഡ് ചെയ്യണം. അപ്പൊ 20 ആഡ് ചെയ്യുമ്പോൾ 20 കുറക്കുക.
186 20 കുറക്കുക 166. 166 പ്ലസ് 100 എത്രയാ? 266. 266 കേട്ടോ. മൈൻഡിൽ ചെയ്യേണ്ട കാര്യമായിട്ട് അതൊക്കെ. ഓക്കെ, എത്ര? 266. ഇവിടെ എന്താണ്? 80നോടൊപ്പം എത്ര ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടുക? 80നോടൊപ്പം 20 ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ എന്ത് ചെയ്യുക? 180 20 കുറക്കുക. അത്രയും 166. 166 പ്ലസ് 100 എത്രയാ? 266. ഓക്കെ, അടുത്തത് 432 പ്ലസ് 110. 432 പ്ലസ് 110. ഇവിടെ നോക്കാം. ഇവിടെ ഏത് നമ്പരാ 100ന്റെ അടുത്ത് വരുന്നത്? 110. അപ്പൊ 110ൽ നിന്ന് എത്ര കുറച്ചാലാണ് നമുക്ക് 100 കിട്ടുക? ഇവിടെ 10 കുറക്കണം അല്ലെ? 432 പ്ലസ് 110. ഇവിടെ എത്രയാ? 10 കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 100 കിട്ടും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 10 കൂട്ടണം. അപ്പൊ എത്രയാ? 442 ആവും. 442 പ്ലസ് 100 542 കേട്ടാ. 542. 542. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾ നോക്കുക. അത് ഏതെങ്കിലും ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് എത്ര കൂട്ടുകയോ കുറയ്ക്കാൻ നോക്കുക. അതനുസരിച്ച് ഇപ്പുറത്ത് എന്ത് ചെയ്യുക? ഇപ്പുറത്ത് കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പുറത്ത് കുറക്കണം. ഇവിടെ കുറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പുറത്ത് കൂട്ടണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത് നോക്കാം. അടുത്ത നോക്കിയേ. 236 പ്ലസ് 398. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ 236 പ്ലസ് 398 ആണ്. ഇതിന്റെ ഏതാണ് ഹൺഡ്രഡ്സിന്റെ അടുത്ത് വരുന്നത് മൾട്ടിപ്പിളിന്റെ? ഇത് അല്ലെ. 398 പ്ലസ് എത്രയാ? 2 ചെയ്താൽ നമുക്ക് 400 കിട്ടും. ആണോ? 400 കിട്ടും. അപ്പൊ ഇവിടുന്ന് 2 കുറക്കുക. അപ്പൊ എത്രയാ? 234 കിട്ടും. 234 പ്ലസ് 400 ചെയ്താൽ മതി. ഇത് നമ്മൾ ചെയ്യാൻ നേരത്തെ പഠിച്ചു. എത്രയാ? 4 പ്ലസ് 2 എത്രയാണ്? 6. പിന്നെ എത്രയാ? 34 ഇട്ട് കൊടുത്താൽ 634. എല്ലാം ഇന്റർ കണക്റ്റഡ്. നമ്മൾ പഠിച്ചതെല്ലാം ഇന്റർ കണക്റ്റഡാണ് കേട്ടോ. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളാ. എത്രയാണ്? 634 കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത് 422 പ്ലസ് എത്രയാണ്? 295. 295നോട് 5 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 300 കിട്ടും അല്ലെ? അപ്പൊ ഇവിടുന്ന് 5 കുറക്കുക. എത്രയാ? 417 കിട്ടും. 417 പ്ലസ് 300 എത്രയാ? 717. 717. 417 പ്ലസ് 300. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അടുത്ത് ആണെങ്കിൽ 756 892. 895 എത്രയാ? 100ന്റെ മൾട്ടിപ്പിൾ അടുത്ത 900ന്റെ അടുത്ത. ഇവിടെ 8 കൂട്ടിയാൽ 900 കിട്ടും. 792 8 കൂട്ടിയാൽ 900 കിട്ടും. അപ്പൊ 8 ഇവിടെ എന്ത് ചെയ്യുക? കുറക്കുക. 756 8 കുറക്കുക. 756 8 കുറക്കാൻ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നോക്കാം. ഇവിടെ 8 കൂട്ടണം. അപ്പൊ ഇവിടെ എന്താ? 8 കുറക്കണം. അപ്പൊ 748 കിട്ടും അല്ലെ? പിന്നെ ഇവിടെ എത്രയാ? ഇവിടെ 7 ആയിരിക്കും. ഇവിടെ എത്രയാ? അപ്പൊ 9 വരും. അപ്പൊ 7 പ്ലസ് 9 എത്രയാണ്? നമുക്ക് 16 കിട്ടും. പിന്നെ എത്രയാ? 48. 1640. ഓക്കെ, അടുത്ത് 729 പ്ലസ് 394. 394നോടൊപ്പം ഏത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 400 കിട്ടും? 6. ഇവിടെ 6 കുറക്കുക. 826 6 കുറക്കുക. 29 6 കുറക്കുക. അപ്പൊ എത്രയാ? 823 അല്ലെ? അപ്പൊ നോക്കാം. 8 പ്ലസ് 4 എത്രയാ? 12. 12 പിന്നെ എത്രയാ? 23. 1223 കേട്ടോ. 1223. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? മണികണ്ഠൻ, വിഷ്ണു. ഓക്കെ, അടുത്ത് 791 പ്ലസ് 955. ഇവിടെ നോക്കാം. 791 9 കൂട്ടിയാൽ നമുക്ക് 800 കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക? 9 കുറക്കുക. 955 എത്രയാ? 9 കുറക്കുക. അപ്പൊ എത്രയാ? 946. 946. അപ്പൊ എന്താ?
46 എന്ന് കിട്ടും. ഇത് എത്രയായിരിക്കും? 800 ആയിരിക്കും. 8 + 9 എത്രയാ? 17. ഇത് 46. 1746. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ട് തോന്നും. പക്ഷേ പ്രാക്ടീസ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലാസ് കണ്ടു നോക്കുക. ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കത്തില്ല. ഓക്കെ, ഒരെണ്ണം നോക്കാം. 608 + എത്രയാ? 538. അപ്പൊ 608 എത്രയാ? 8 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ 8 കൂട്ടണം. 538 8 കൂട്ടുക. അപ്പൊ എത്രയാ? 546 അല്ലെ? അപ്പോ 600. 6 + 5 എത്രയാ? 11. പിന്നെ എത്രയാ? 46. 1146. ഓക്കെ ഓക്കെ അടുത്ത് 809 + 476. ഇവിടെ നോക്കിയേ, ഇവിടുന്ന് 9 കൂടുതല 800 അപ്പൊ ഇവിടുത്തെ 9 കുറക്കണം. 476 9 കുറക്കുക. എത്ര വരും? 476 9 കുറച്ചാൽ 1285. ഓക്കെ, 1285. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത നോക്കാം. അടുത്ത നോക്കിയാൽ 612 + 716. 612 + 716. ഓക്കെ, ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോകണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് രണ്ട് നിങ്ങൾ ഈ 6 + 7 ചെയ്യുക. ഇത് രണ്ടും കൂടി ആയി നോക്കുക. 12 ഉം 16. ഞങ്ങൾക്ക് കുറച്ചുകൂടി ലെവൽ കൂടണം. നോക്കുക, നമ്മൾ പ്രാക്ടീസ് കൂടണേ. 12 + 16 എത്ര വരും? 12 + 16 എന്ന് വെച്ചാൽ എത്രയാണ്? എത്ര നിങ്ങൾ പറയും? 28 അല്ലേ? പിന്നെ എത്രയാ? 6 + 7 എത്രയാ? 13. 13 28. ഓക്കെ, 13 28. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിയാണെങ്കിൽ ഇവിടെ നോക്കുക. ഇവിടെ നോക്കേണ്ട നിങ്ങൾ എത്ര? 36 + എത്രയാണ്? 43. ഞാൻ 2 ഡിജിറ്റ് നിങ്ങൾ ആഡ് ചെയ്ത് വരണം. എത്രയാ? 36 + 43 എത്ര കിട്ടും നോക്കാം. അപ്പൊ എത്ര? 4 + എത്രയാ? 9 എത്ര കിട്ടും നോക്കുക. 4 + 9 എത്രയാണ്? അത് 13. ആ 13 നിങ്ങൾ ആദ്യം എഴുതുക. 36 + 48 എത്ര കിട്ടും നോക്കുക. അപ്പൊ എത്രയാണ്? 79 അല്ലെ? അപ്പൊ എത്രയാണ്? 1379. ഓക്കെ, 1379. ഓക്കെ, ഇങ്ങനെ അടുത്ത് പറഞ്ഞേ 526 + 323. 323. ഇപ്പൊ നോക്കാം. 5 + 3 8. 26 + 23. 26 + 23 എത്രയാ? 49. 849. ഓക്കെ, അടുത്ത് നോക്കിയേ. 758 + 36. 758 + 36. 994. 994. 9 + 2 8 + 9 58 + 34 എത്രയാ? 94. 994. ഓക്കെ, അടുത്ത് 683 + 576. ഇവിടെ ശ്രദ്ധിക്കണേ. ഇവിടെ നിങ്ങൾ നോക്കുക. ഈ 83 76 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 100 കൂടുതൽ വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര തൊട്ട് നോക്കുക. എത്രയാ? 11. 5 + 6 + 5 എത്രയാ? 11 + 1 കൂടി ചെയ്യുക. അപ്പോൾ എത്ര? 12. ഇനി 83 + 76. 83 + 76 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 159. അപ്പൊ അതിന് എത്രയാ? 59 എഴുതുക. അതിന്റെ 59 എഴുതുക കേട്ടോ. 159ന്റെ 59. അപ്പൊ എത്രയാ? 1259. 1259. ഓക്കെ, അടുത്ത് നോക്കിയേ. 764 + 873. 1637. ശരിയാ, 1637 കേട്ടോ. ഇത് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 7 + 8 15. അപ്പൊ 16 ആഡ് ചെയ്യുക. 64 + 73. 64 + 73 എത്ര? 137. 137ന്റെ 37 കേട്ടോ. ഓക്കെ, അടുത്തേ ശ്രദ്ധിക്കാം. ഇത് വേറെ ടൈപ്പാണ് കേട്ടോ. ശ്രദ്ധിക്കുക.
24 പ്ലസ് 42 നോക്കിയേ, ഡിജിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക. 24 എത്രയാണ്? ഇവിടെ 2ഉം ഇത് 4ഉം. ഇപ്പൊ ഇവിടെ എന്താ, അതുപോലെ എന്താ, ഇവിടെ 4 സ്റ്റാർട്ട് ചെയ്തു, 2 അപ്പുറത്ത് വന്നു. ഡിജിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് തമ്മിൽ, ഈ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക അല്ലെ. ഇവിടെ 2ഉം 4ഉമാണ്, ഇവിടെ 4ഉം 2ഉമാണ്. ഡിജിറ്റിൽ വ്യത്യാസമില്ല. അപ്പൊ എത്രയാ? ഇത് 2 പ്ലസ് 4 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 6 കിട്ടും. ഈ 6നെ ഇൻറ്റു 11 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 66. ഏതാണ് ആഡ് ചെയ്യുമ്പോൾ ഏതാണോ വരുന്നത് അത് ഇൻറ്റു എന്ത് ചെയ്യുക? 11 ചെയ്യുക. 6 ഇൻറ്റു 11 എത്രയാണ്? 66. 66ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇവിടെ നോക്കിയേ, 34 പ്ലസ് 43. 34 തിരിച്ചിട്ടപ്പോ എത്രയാ? 43. അപ്പൊ 3 പ്ലസ് 4 എത്രയാ? 7. 7 ഇൻറ്റു 11 എത്രയാ? 77. 7 ഇൻറ്റു 11 77. എത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഡിജിറ്റുകൾ അങ്ങോട്ട് മാറും, നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 11 ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഇൻറ്റു 11 ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അടുത്ത് 47 പ്ലസ് 74. 47 പ്ലസ് 74. 4 പ്ലസ് 7 എത്രയാ? 11. 11 ഇൻറ്റു 11 എത്ര വരും? 121. 121. ഓക്കെ, 121. ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത് 54 പ്ലസ് 45. 54 പ്ലസ് 45 ഓക്കെ. 5 പ്ലസ് 4 എത്രയാ? 9. 9 ഇൻറ്റു 11 എത്രയാ? 99. 99. ഓക്കെ, 99. 9 ഇൻറ്റു 11 99. ഓക്കെ, സിമ്പിൾ. ഇനി നിങ്ങൾ ഈ അടുത്ത് നോക്കാം. നമുക്ക് 123 പ്ലസ് 232. ഇത് നിങ്ങൾ ആരും പഠിപ്പിക്കത്തൊന്നുമില്ല. ഇതും സെയിം കോൺസെപ്റ്റ് ആണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഐഡിയ കിട്ടി, നിങ്ങൾക്ക് കിട്ടി. ഇവിടെ നോക്കിയേ, ഇത് 23 2ഉം 3ഉം. ഇത് 32. നമ്മളിവിടെ ചെയ്തേക്കുമ്പോൾ തന്നെയല്ലേ തന്നേക്കണത്. ഇവിടെ 23 32. ഓക്കെ, ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ അറിയാല്. 2 പ്ലസ് 3 എത്രയാ? 5. 5 ഇൻറ്റു 11 എത്രയാ? 55 ആയിരിക്കും അവസാനത്തെ രണ്ടക്കം. 2 പ്ലസ് 1 പ്ലസ് 2 എത്രയാ? 3. 355. 355. ഓക്കെ, ഇങ്ങനെയാണ് 23 32 അല്ലെ തിരിച്ചിട്ട് വെക്കണം. അപ്പൊ 2 പ്ലസ് 3 5. 5 ഇൻറ്റു 15 55 ഇവിടെ എന്ത് ചെയ്യുക? 1 പ്ലസ് 2 ചെയ്യുക. 42 3. ഓക്കെ, അപ്പൊ അടുത്ത് പറഞ്ഞു 735 പ്ലസ് 253. പെട്ടെന്നാട്ടെ, 735 പ്ലസ് 253. 9 8 8. 7 പ്ലസ് 2 9. 3 പ്ലസ് 5 8. 8 ഇൻറ്റു 11 88. 988. ഓക്കെ, 988. ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൗട്ടൊന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, എന്ത് ചെയ്യുക? ഇൻറ്റു 11. ഓക്കെ, ഫോളോടെ പഠിക്കാം. ഒരു ടൈപ്പിലും നോക്കാം കേട്ടോ. 43 പ്ലസ് 48. ഇത് ഞാൻ പറഞ്ഞ അടുത്തടുത്തുള്ള ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ്. ഇവിടെ നോക്കാം, 43 പ്ലസ് 48. ഈ രണ്ടും തമ്മിലുള്ള എന്താണ്? ദൂരം കുറവാണ് അല്ലെ, അടുത്തടുത്ത് വരുന്ന ഡിജിറ്റാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ചെറിയ നമ്പറായ 43. 43 ഇൻറ്റു എത്ര ചെയ്യുക? 2 ചെയ്യുക. 43 ഇൻറ്റു 2. 43 ഡബിൾ എടുക്കുക. ചെറിയ നമ്പറിന്റെ ഡബിൾ എത്ര വരും? 43 ഡബിൾ 86 അല്ലെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 43ഉം 48ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. രണ്ടും തമ്മിൽ ഡിഫറൻസ് എത്രയാ? 43 48 5ആണ് അല്ലെ. 5ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഈ 5 പാടിയാൽ മതി. 86 പ്ലസ് 5 എത്ര വരും? 86 പ്ലസ് 5 ചെയ്യുമ്പോൾ 91. 91. ഓക്കെ, ഒന്നുകൂടി പറയാം. 43 48 അടുത്തടുത്ത് വരുന്ന ഞങ്ങളാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ചെറിയ നമ്പർ എടുക്കുക, ഡബിൾ എടുക്കുക. ചെറിയ നമ്പർ 43 43 ഡബിൾ 86. പിന്നെ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക 5, അത് ആഡ് ചെയ്യുക. 86 പ്ലസ് 5 91. ഓക്കെ, അടുത്ത് 74 പ്ലസ് 79. 74 പ്ലസ് 79. 74 ചെറിയ നമ്പർ. 74ന്റെ ഡബിള് എത്രയാ? 148. 74ഉം 79 തമ്മിലുള്ള ഡിഫറൻസ് 5. 148 പ്ലസ്
5 153 കേട്ടോ 153. ഓക്കെ 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 ശരി. അടുത്ത് അങ്ങനെയാണെങ്കിൽ 126 പ്ലസ് 129 126 പ്ലസ് 129 126 ചെറിയ നമ്പർ 126ന്റെ ഡബിള് എത്രയാ 252. ഇത് നമ്മുടെ ഡിഫറൻസ് 3 252 പ്ലസ് എത്ര 3 255. ഓക്കെ 255. ഓക്കെ അടുത്ത് 186 പ്ലസ് എത്ര 193 186ന്റെ ഡബിള് എത്രയാ 372. 186 193 നമ്മുടെ ഡിഫറൻസ് എത്രയാ 7. അപ്പം 372 പ്ലസ് 7 379. ഓക്കെ അടുത്ത് 356 പ്ലസ് 365 356 65 അടുത്ത നമ്പർ ചെറിയ നമ്പർ 356ന്റെ ഡബിള് എത്ര 712. 712 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് 9. 712 9 എത്ര കിട്ടും 721. ഓക്കെ 721. അപ്പോൾ നമ്മൾ ഇന്ന് അഡീഷൻ കുറെ മെത്തേഡ് നമ്മൾ പഠിച്ചു അല്ലേ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ക്ലാസ് കണ്ടു നോക്കുക. ക്ലിയർ ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ സൈഡ് ചോദിക്കാവുന്നതാണ്. ഓക്കെ ഞാൻ മതിയല്ലോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടുകൊണ്ട് മാത്രമായില്ല, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് എക്സാമിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ക്ലിയർ ആവുമല്ലോ എല്ലാവർക്കും. ഓക്കെ അപ്പോൾ നമുക്കതല്ലോ നിങ്ങളുടെ അടിത്തറ ശരിയാണ്. അതായത് പറഞ്ഞത് അഡീഷൻ്റെ സ്പീഡ്, അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ നമുക്ക് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പിന്നെ മാത്സ് വളരെ സിമ്പിളാണ്. ആ സ്പീഡ് നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ. Download the Rhombus Learning app